സർവസംശയച്ഛേത്താരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. 20ാമത്തെ ശീർഷകമാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. അതിൻ്റെ പേര് സാധന ചതുഷ്ടയം. വിവേക ചൂടാമണിയുടെ ആരംഭത്തിൽ തന്നെ ശങ്കരാചാര്യസ്വാമികൾ ഈ സാധന ചതുഷ്ടയമാകുന്ന സമ്പത്തിനെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. 4 തരം മൂല്യങ്ങൾ, മനസ്സിനെയും ബുദ്ധിയെയും സ്പർശിച്ചു നിൽക്കുന്ന 4 തരത്തിലുള്ള മൂല്യങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ അല്ലെങ്കിൽ അനുധാവനം ചെയ്യേണ്ട പദ്ധതികൾ ആണ് ഈ സാധന ചതുഷ്ടയം എന്ന് പറയുന്നത്. ആ സാധന ചതുഷ്ടയത്തിൽ 4 അംശങ്ങളുണ്ട്. ആ 4ഉം ഒരു വ്യക്തിയിൽ ഒത്തുചേർന്നാലേ അയാൾക്ക് മോക്ഷം ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ. 4ഉം സമൃദ്ധമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മോക്ഷം ലഭിക്കും. ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാലും മുക്തി സിദ്ധിക്കുകയില്ല. അതുകൊണ്ട് 4 ഗുണങ്ങൾ, 4 മൂല്യങ്ങൾ നാം പിന്തുടരേണ്ടതായിട്ടുണ്ട്. 5ാമതൊരു മൂല്യത്തിന്റെ ആവശ്യവുമില്ല. ഈ 4 ഏതെങ്കിലും ഒന്ന് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും പറ്റില്ല. അതായത് 4 വേണം, 4 അത്യാവശ്യമാണ്. 4 അല്ലാതെ 5ാമതൊന്നിന്റെ ആവശ്യവുമില്ല. നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻസ് എന്ന് ഗണിതശാസ്ത്രത്തിൽ പറയും. ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ ചില നിബന്ധനകൾ ആവശ്യമാണ്. അതിൽ നെസസറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത് കൂടിയേ തീരും. അതില്ലാതെ മറ്റൊന്നും സാധ്യമല്ല. അതാണ് നെസസറി എന്ന് പറയുന്നത്. സഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ പര്യാപ്തം എന്നാണ് അർത്ഥം. പര്യാപ്തം എന്ന് പറഞ്ഞാൽ ഈ സാധന ചതുഷ്ടയ സമ്പത്ത് മാത്രം മതി, ഈ 4 മാത്രം മതി മോക്ഷം സിദ്ധിക്കാൻ, 5ാമതൊന്നും വേണ്ട. നെസസറി എന്ന് പറഞ്ഞാൽ ഈ 4ഉം കൂടിയേ തീരൂ. ഈ 4 ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാലും മോക്ഷം ലഭിക്കുകയില്ല. അതാണ് ഈ സാധന ചതുഷ്ടയ സമ്പത്തിന്റെ മഹത്വം. അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് ആചാര്യമുഖത്തിൽ നിന്ന് ശ്രവിക്കാം. ചിത്തത്തിൽ രാഗാദിദോഷങ്ങളെ ത്യജിച്ചുടൻ വർത്തിക്കും നേരം ചിത്തശുദ്ധിയുമുണ്ടായി വരും. സാധന ചതുഷ്ടയം എന്നു ചൊല്ലിടുന്നതും ബോധിച്ചിടുക 4ഉം തിരിച്ചു ചൊല്ലിയിടുവൻ. ചിത്തത്തിൽ രാഗാദിദോഷങ്ങളെ ത്യജിച്ചുടൻ വർത്തിക്കുന്നേരം ചിത്തശുദ്ധിയും ഉണ്ടായി വരും. ഈ സാധന ചതുഷ്ടയ സമ്പത്ത് നേടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇത് കൈക്കലാക്കുന്നതിന് മുമ്പ് വേറെ എന്തെങ്കിലും സമ്പാദിച്ചിരിക്കണമോ, നേരത്തെ തന്നെ എന്തെങ്കിലും യോഗ്യത സമ്പാദിക്കണോ എന്ന് ചോദിച്ചാൽ വേണം. ചിത്തശുദ്ധി, മനസ്സ് നിർമ്മലമാകണം, സത്വഗുണം കൊണ്ട് പൂരിതമാകണം നമ്മുടെ അന്തരംഗം. ചിത്തത്തിൽ രാഗാദിദോഷങ്ങളെ ത്യജിച്ചുടൻ. മനസ്സെപ്പോഴാണ് പവിത്രമാകുന്നത്, സത്വഗുണ സമ്പന്നമാവുന്നത്? രാഗം, ദ്വേഷം, കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, ഈർഷ്യ, അസൂയ, ഡംഭം, ദർപ്പം, ഇതിനെല്ലാറ്റിനെയും ചേർത്ത് നമുക്ക് രാജസ താമസ വൃത്തികൾ എന്ന് പറയാം. ഈ പറഞ്ഞവയിൽ ചിലത് രാജസവൃത്തികളും ചിലത് താമസവൃത്തികളുമാണ്. ഇത് രണ്ടും വർജിക്കപ്പെടേണ്ടവയാണ്. ഇങ്ങനെ രജസ്, തമസ്, ഈ 2 ഗുണങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്ന വൃത്തികളെ പൂർണ്ണമായി നീക്കിയിട്ട് സത്വഗുണത്തെ മാത്രം ഉള്ളിൽ നിലനിർത്തുക. അതാണ് ചിത്തശുദ്ധി നേടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ചിത്തശുദ്ധി നേടാൻ രാഗാദി വികാരങ്ങളെ ത്യജിക്കേണ്ടതായിട്ടുണ്ട്. ചിത്തത്തിൽ രാഗാദി ദോഷങ്ങളെ ത്യജിച്ച് ഉടൻ വർത്തിക്കുന്നേരം, അങ്ങനെ വളരെ കാലം ഈ സത്വഗുണത്തെ പെരുക്കിക്കൊണ്ടുവരുമ്പോൾ ചിത്തശുദ്ധിയും ഉണ്ടായി വരും. സത്വഗുണം ഉള്ളിൽ നിറയുന്നത് തന്നെയാണ് ചിത്തശുദ്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ചിത്തശുദ്ധി ഉണ്ടാകും. സാധന ചതുഷ്ടയമെന്ന് ചൊല്ലിയിടുന്നതും ബോധിച്ചിടുക 4ഉം തിരിച്ചു ചൊല്ലിയിടുവൻ. ചതുഷ്ടയം എന്ന് പറഞ്ഞാൽ 4ന്റെ കൂട്ടം എന്നാണ് അർത്ഥം. സാധന ചതുഷ്ടയം എന്ന് പറഞ്ഞാൽ 4 തരത്തിലുള്ള സാധനകൾ. ഈ 4 സാധനകളിൽ ഒരെണ്ണം പോലും നമ്മുടെ ബാഹ്യ അവയവങ്ങളെ ആശ്രയിച്ച് ചെയ്യേണ്ടതല്ല. എല്ലാം മനസ്സിനെയും ബുദ്ധിയെയും സ്പർശിച്ചു നിൽക്കുന്നതാണ്, ഉള്ളിലടങ്ങുന്നതാണ് ഈ 4. ഇപ്പൊ ജപിക്കാൻ ചുണ്ടുകൾ വേണം, കണ്ഠത്തിന്റെ സഹായം വേണം, പൂജ ചെയ്യാൻ കൈകൾ വേണം, ഈശ്വരപരമായ എന്തും ചെയ്യാൻ കൈകൾ വേണം. ധൂപം, ദീപം
നമസ്കരിക്കാൻ ശരീരം വേണം. ഇങ്ങനെ നമ്മുടെ ശരീര വാക്കുകളെയാണ് പ്രധാനമായും നാം ഭഗവത് ആരാധനയ്ക്കായി വിനിയോഗിക്കുന്നത്. കരണങ്ങൾ 3 പറഞ്ഞല്ലോ. അതിൽ ശരീരവും വാക്കും കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് മാനസികമായ സാധന. ഈ സാധന ചതുഷ്ടയ സമ്പത്ത് മനസ്സിലും ബുദ്ധിയിലും മാത്രം തങ്ങി നിൽക്കുന്നവയാണ്. അതുകൊണ്ട് അത് തികച്ചും മാനസികമാണ്. ഈ 4 കൂട്ടത്തെ ഞാൻ തിരിച്ചു ചൊല്ലിയിടുവൻ, വ്യക്തമായി വേർതിരിച്ചു പറഞ്ഞു മനസ്സിലാക്കി തരാം. ബോധിച്ചിടുക, നല്ലതുപോലെ മനസ്സിലാക്കിക്കോളൂ. ഈ 4 എന്താണ് എന്നുള്ളതിനെ ചുരുക്കി ആ 4 പേര് മാത്രം പറയാം. നിത്യാനിത്യ വസ്തു വിവേകം ഒന്നാമത്തത്, ഇഹ അമുത്ര അർത്ഥ ഫലഭോഗ വിരാഗ രണ്ടാമത്തത്, ശമാധി ഷഡ്ക സമ്പത്തി മൂന്നാമത്തത്, മോക്ഷേച്ഛ അല്ലെങ്കിൽ മുമുക്ഷുത്വം നാലാമത്തത്. ഇത് ഓരോന്നും എന്താണ് എന്നുള്ളത് ആചാര്യൻ വിവരിച്ചു തരും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. നിത്യവും അനിത്യവും ഇന്നതെന്നറിയുന്ന വസ്തുവൊന്നപരമായുള്ളതൈഹികം തന്നിൽ ഐഹികം തന്നിലുള്ള ഭോഗങ്ങളഖിലവും അവണ്ണം പരം തന്നിലുള്ളൊരു ഭോഗങ്ങളും കർമ്മജന്യമാകയാലൊക്കെയും അനിത്യങ്ങൾ എന്നുള്ളിലറിഞ്ഞു കുത്സിതമാമതുപോലെ സർവവും ഉപേക്ഷിച്ചേകാഗ്രമായി മനോരഥം നിർവാണേച്ഛയാ വസിക്കുന്ന സാധനമിഹ അമുത്രാർത്ഥ ഫലഭോഗ വിരാഗമെന്നുള്ളതെന്നോർത്തു കണ്ടാലും രണ്ടു സാധനം ഉള്ളതെന്നോർത്തു കണ്ടാലും 2 സാധനമായി ഓർത്തു കണ്ടാലും 2 സാധനമായതിപ്പോൾ. അതായത് ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗമെന്നുള്ളത് എന്നോർത്തു കണ്ടാലും 2 സാധനമായതിപ്പോൾ. ഒന്നുകൂടെ വായിക്കാമത്. സർവവും ഉപേക്ഷിച്ചേകാഗ്രമായി മനോരഥം നിർവാണേച്ഛയാ വസിക്കുന്ന സാധനമിഹ മുത്രാർത്ഥ ഫലഭോഗ വിരാഗമെന്നുള്ളതെന്നോർത്തു കണ്ടാലും 2 സാധനമായതിപ്പോൾ. വിവേകം, വൈരാഗ്യം അല്ലെങ്കിൽ വിരക്തി, ഈ 2 ആദ്യം പറയുന്നത്. അതിൽ വിവേകം എന്ന് പറഞ്ഞാൽ എന്ത്? വിവേകം എന്ന് പറഞ്ഞാൽ വേർതിരിച്ചറിയുന്ന കഴിവ്, ബുദ്ധിയാണ് ആ വിവേചനം ചെയ്യുന്നത്. എന്താണ് അനിത്യം, ഏതാണ് നിത്യം, നിത്യമേത് അനിത്യമേത്. നിത്യം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത്, ശാശ്വതം എന്നർത്ഥം. അനിത്യം എന്ന് പറഞ്ഞാൽ ദേശകാലങ്ങൾക്കകത്തുപെടുന്നത്, അതുകൊണ്ട് തന്നെ നഷ്ടമാവുന്നത്, ഇല്ലാതാവുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ നിത്യമേത് അനിത്യമേത് എന്നൊരാൾ വിശകലനം ചെയ്യാൻ തുടങ്ങുമ്പോൾ അയാൾക്ക് ഒരു അത്ഭുതകരമായ സത്യം പിടികിട്ടും. പ്രപഞ്ചത്തിലുള്ളത് എന്നല്ല, ഈ പ്രപഞ്ചം മൊത്തമായി അനിത്യം. അതായത് ഈ ബ്രഹ്മാണ്ട കോടികളിൽ നാശമില്ലാത്തതായി ഒന്നുമില്ല. എല്ലാം തകർന്നു പോകുന്നവ, മണ്ണോട് മണ്ണായി പോകുന്നവ, നശിക്കുന്നവ, അതേ ഈ പ്രപഞ്ചത്തിനകത്തുള്ളൂ. അപ്പോ പ്രപഞ്ചം തന്നെ അനിത്യം. അപ്പോ നിത്യമോ, നാശമില്ലാത്തത്, അത് ബ്രഹ്മമാണ്. ആ നിത്യമായ ബ്രഹ്മമാകുന്ന അധിഷ്ഠാനത്തിലാണ് അനിത്യമായ അല്ലെങ്കിൽ നശ്വരമായ ജഗത്ത് ഉണ്ടായി മറയുന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ചമോ പ്രാപഞ്ചിക പദാർത്ഥങ്ങളോ അഭിലഷണീയമല്ല. ഇത് വേണം എന്നുള്ള ആഗ്രഹം ഒരുവൻ ഉണ്ടാകരുത്. ഉണ്ടെങ്കിൽ അവൻ അവിവേകി. വിവേകി നാശമില്ലാത്ത പ്രപഞ്ചാതീതമായ സത്യത്തെ സമ്പാദിക്കാനാണ് ശ്രമിക്കുക. അപ്പോ ബ്രഹ്മമാണ് നിത്യവസ്തു, അത് വേണം എന്ന് തീരുമാനിക്കുന്ന ഒരുത്തൻ പ്രപഞ്ചത്തെ വിട്ടേ പറ്റൂ. അപ്പൊ വിവേകമുണ്ടെങ്കിലേ പ്രപഞ്ചത്തിൽ വിരക്തി വരൂ എന്നർത്ഥം. വിരക്തി സാധനചതുഷ്ടയ സമ്പത്തിലെ 2ാമത്തെ ഘടകമാണ്. ഇവിടെ നിത്യാനിത്യ വസ്തു വിവേകം, അതിനെ തന്നെയാണ് ചുരുക്കി വിവേകം എന്ന് പറയുന്നത്. അതാണ് ആദ്യം പറയുന്നത്. നിത്യവും അനിത്യവും ഇന്നതെന്നറിയുന്ന വസ്തു ഒന്നപരമായുള്ളതൈഹികം തന്നിൽ ഐഹികം തന്നിലുള്ള ഭോഗങ്ങളഖിലവും അവണ്ണം പരം തന്നിലുള്ളൊരു ഭോഗങ്ങളും. നിത്യം അനിത്യം എന്നുള്ള
വേർതിരിവ്, ഇവ രണ്ടിനെയും വേർതിരിച്ച് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനുള്ള കഴിവാണ് വിവേകം. അങ്ങനെ വേർതിരിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ വിരക്തിയും ആത്മാവിൽ പ്രേമവും തോന്നണം. ആത്മാവിനോട് തോന്നുന്ന പ്രേമം അല്ലെങ്കിൽ ഈശ്വരനോട് തോന്നുന്ന സ്നേഹമാണ് യഥാർത്ഥ ഭക്തി. അല്ലാതെ ആരാധനാപരമായ ഭക്തി അല്ല ശരിക്കുള്ള ഭക്തി. ബാഹ്യമായി നമ്മൾ ഭക്തി അനുഷ്ഠാനങ്ങളുണ്ടല്ലോ, അതല്ല. ആ ഭക്തി യഥാർത്ഥത്തിൽ ഹൃദയത്തിലാണ്, ബുദ്ധിയിലാണ് പ്രകാശിക്കുന്നത്. അതിന്റെ ബഹിസ്ഫുരണം ആണ് പുറത്ത് നാം ചെയ്യുന്നത്. പക്ഷെ പുറമേ ഈ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഉള്ളിൽ ഈ പറഞ്ഞ കറപുരളാത്ത ഭക്തി ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇപ്പൊ നിത്യം അനിത്യം ഇന്നതെന്നറിയുന്ന വസ്തു ഒന്ന്, അപരമായുള്ളത് നിത്യമേത് അനിത്യമേത് എന്നറിയുന്നതാണ് വിവേകം എന്ന് പറയുന്നത്. ഇനി വൈരാഗ്യമോ അല്ലെങ്കിൽ വിരക്തിയോ? വിരക്തി എന്ന് പറഞ്ഞാൽ ഇഹലോകത്തിൽ നാം പലതരം സുഖങ്ങളും അനുഭവിക്കുന്നുണ്ട്. അതിലൊക്കെ നമ്മുടെ മനസ്സ് സംഘബദ്ധവുമാണ്. ഇഹലോക സുഖങ്ങളൊന്നും വേണ്ട എന്ന് തീരുമാനിക്കുന്നതാണോ വിരക്തി? അതും വിരക്തി തന്നെയാണ്, പക്ഷെ പൂർണ്ണമായ വിരക്തിയല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇഹലോകത്തിലുള്ള സുഖങ്ങൾ വേണ്ട എന്ന് ഒരാൾക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ പരലോകത്തിൽ അല്ലെങ്കിൽ സ്വർഗാദി ലോകങ്ങളിലുള്ള സുഖം വേണമെന്നുള്ള ആഗ്രഹം അയാളുടെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് പ്രപഞ്ച സുഖങ്ങളിൽ ഒട്ടാകെ നമ്മുടെ മനസ്സിന് ആഗ്രഹം തോന്നരുത്. അതാണ് ഐഹികവും പാരത്രികവുമായ സുഖങ്ങളിൽ വിരക്തി ഉണ്ടാകണമെന്ന് പറയുന്നത്. ഇഹ അമുത്ര, ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ, അമുത്ര എന്ന് പറഞ്ഞാൽ വേറൊരിടത്ത് എന്ന് പറഞ്ഞാൽ ഇഹലോകത്തിലും പരലോകത്തിലും. പരലോകം എന്ന് പറഞ്ഞാൽ മനുഷ്യർ മരിച്ച് പോകുന്ന, മരണത്തിന് ശേഷം ചെന്ന് എത്തുന്ന ലോകമല്ല. ഈ ലോകമല്ലാത്തതൊക്കെ പരലോകമാണ്. നമ്മുടെ സ്വദേശമല്ലാത്തതൊക്കെ പരദേശമാണല്ലോ. ഒരു കണക്കിൽ വിദേശം തന്നെയാണ്. ഭാരതത്തിന് പുറത്തുള്ളവയെയാണ് നമ്മൾ വിദേശ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഭാരതത്തിനകത്ത് തന്നെയാണെങ്കിൽ നമ്മൾ ഒരർത്ഥത്തിൽ സ്വദേശത്തിലാണ് കഴിയുന്നത്. പക്ഷേ അവിടെയും നമ്മുടെ ജന്മസ്ഥലത്ത്, നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്തെയാണ് സ്വദേശം എന്ന് പറയുന്നത്. ആ സ്വദേശത്തെ വിട്ടുപോയാൽ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ പരദേശം തന്നെയാണ്. ആത്മാവാണ് നമ്മുടെ സ്വദേശം. പ്രപഞ്ചം നമ്മെ സംബന്ധിച്ച് പരദേശമാണ്. പരദേശത്തിൽ വന്ന് താമസിക്കുന്ന പരദേശികളായ നമ്മൾ എങ്ങനെ ഇവിടെ സുഖമായിട്ട് കഴിയുന്നു? അജ്ഞത കൊണ്ടല്ലേ. ഓരോ വ്യക്തിക്കും സ്വദേശത്തിൽ ചെന്ന് തൻ്റെ കുടുംബത്തിൽ കഴിയാനാണല്ലോ ആഗ്രഹം. അപ്പോൾ ആത്മാവിൽ നിന്ന് ഉദ്ഭവിച്ച ജീവഭാവം തിരിച്ച് ആത്മാവാകുന്ന തറവാട്ടിലേക്ക് അല്ലെങ്കിൽ ആത്മാവാകുന്ന സ്വദേശത്തിലേക്ക് മടങ്ങിപ്പോകാതെ പരദേശം പോലെ ഇരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ മോഹിച്ചു കഴിയുകയാണെങ്കിൽ അത് അയാൾക്ക് എങ്ങനെ ശാശ്വതമായ സുഖത്തെ നൽകും? അയാൾക്ക് സ്വസ്ഥത ഈ പ്രപഞ്ചത്തിൽ എവിടെ ചെന്നാലും കിട്ടാൻ പോകുന്നില്ല. ആത്മാവിനെ ആശ്രയിക്കുകയാണ് വേണ്ടത്. നിത്യവും അനിത്യവും ഇന്നതെന്നറിയുന്ന വസ്തു ഒന്ന്, നിത്യം അനിത്യം എന്ന് വേർതിരിച്ചറിയുന്നതാണ് ഈ വിവേകം എന്ന് പറയുന്നത്. അപരമായുള്ളത് മറ്റേത് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ വൈരാഗ്യം. ഇഹലോകത്തിലും പരലോകത്തിലും ഉള്ള സുഖങ്ങളിൽ നമുക്ക് തോന്നുന്ന നീരസം അല്ലെങ്കിൽ വേണ്ട എന്നുള്ള വിചാരമാണ് വിരക്തി അല്ലെങ്കിൽ വൈരാഗ്യം. ഐഹികം തന്നിലുള്ള ഭോഗങ്ങൾ അഖിലവും അവണ്ണം പരം തന്നിലുള്ളൊരു ഭോഗങ്ങളും. ഇഹലോകത്തിലുള്ള ഭോഗങ്ങളിൽ മാത്രമല്ല പരലോകങ്ങളിലുള്ള ഭോഗങ്ങളും വേണ്ട എന്ന് ആത്മാർത്ഥമായി തീരുമാനിക്കാൻ കഴിയണം. എന്തുകൊണ്ട് അങ്ങനെ തീരുമാനിക്കണം? വളരെ പ്രസക്തമായ ചോദ്യമാണ്. സുഖിക്കാനാണല്ലോ മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത്. സുഖമായി ജീവിക്കാനാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ സർവരും ചിന്തിച്ചിരിക്കുമ്പോൾ സുഖങ്ങളിൽ വിരക്തി വരണമെന്ന് വേദാന്ത ശാസ്ത്രം പറയുമ്പോൾ അതിന്റെ പുറകിലുള്ള ഉദ്ദേശ്യം എന്താണ്, ലക്ഷ്യമെന്താണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള യുക്തിയാണ് പറയുന്നത്. വിരക്തനായി തീരണം. എന്തുകൊണ്ട്? എന്തിനാണ് നമ്മൾ വിരക്തി സമ്പാദിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ കർമ്മജന്യമാകയാൽ ഒക്കെയും അനിത്യങ്ങൾ എന്നുള്ളിലറിഞ്ഞ് ഈ അറിവ് അല്ലെങ്കിൽ ഈ ഒരു ആന്തരികമായ കണ്ടെത്തൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ ഗ്രഹിക്കൽ തന്നെയാണ് വിരക്തിക്ക് കാരണമാകുന്നത്. എന്തുകൊണ്ട് സുഖങ്ങളിൽ ആസക്തനാകരുത് എന്ന് വേദാന്തം പറയുന്നു എന്ന് ചോദിച്ചാൽ കർമ്മജന്യമാകയാൽ. എല്ലാ സുഖവും കർമ്മത്തിൽ നിന്ന് ജനിക്കുന്നതാണ്. സത്കർമ്മങ്ങൾ അഥവാ പുണ്യകർമ്മങ്ങളുടെ
ഫലമാണല്ലോ സുഖരൂപത്തിൽ ഏതൊരു ജീവനും അനുഭവിക്കുന്നത്. അതുകൊണ്ട് കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. ആ കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന സുഖത്തെ മനുഷ്യൻ അനുഭവിക്കുമ്പോൾ ആ പുണ്യകർമ്മങ്ങളുടെ അല്ലെങ്കിൽ സത്പ്രവൃത്തികളുടെ ഫലം കുറഞ്ഞു വരികയും അവസാനം അത് പൂർണ്ണമായി നഷ്ടമാവുകയും ചെയ്യും. ആ പുണ്യഫലങ്ങൾ നഷ്ടമായാൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖവും നഷ്ടമാകും. പിന്നെയും സുഖം അനുഭവിക്കാൻ വീണ്ടും പുണ്യകർമ്മങ്ങൾ ചെയ്യണം. ഇങ്ങനെ കർമ്മജന്യമാണ് സുഖം എന്നുള്ളത് കൊണ്ട് അനിത്യമാണ്. ഏതു സുഖവും എന്തു സുഖവും അവസാനിക്കുന്നതാണ്, ഒരു ദിവസം നഷ്ടമാവുന്നതാണ്. കാരണം കർമ്മഫലമാണ്, സത്പ്രവൃത്തികളുടെ ഫലമാണ് സുഖരൂപത്തിൽ നാം ഇവിടെ അനുഭവിക്കും തോറും ആ പുണ്യഫലം കുറഞ്ഞു വരും, അവസാനം പൂർണ്ണമായി ഇല്ലാതാവും. എണ്ണ വറ്റിക്കൊണ്ടിരിക്കുന്ന വിളക്കിന്റെ ജ്വാല പതുക്കെ കുറഞ്ഞു വരികയും അവസാനം പൂർണ്ണമായി കെട്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് കർമ്മത്തെ ആശ്രയിച്ചുള്ള സുഖം വേണ്ട എനിക്ക് എന്ന് ധൈര്യത്തോടുകൂടെ തീരുമാനിക്കണം. കർമ്മജന്യമാകയാൽ ഒക്കെയും അനിത്യങ്ങൾ, അവയ്ക്ക് ശാശ്വതമായ സുഖത്തെ നൽകാനുള്ള കഴിവില്ല. കർമ്മങ്ങളിൽ നിന്ന് കിട്ടുന്ന സുഖങ്ങൾ നശ്വരങ്ങളാണ്, നാൾക്കുനാൾ കുറഞ്ഞു വരുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കർമ്മത്തെ ആശ്രയിച്ച് സുഖിക്കണം എന്നുള്ള വിചാരം മനുഷ്യർ ത്യജിക്കണം എന്നുള്ളിൽ അറിഞ്ഞ് കുത്സിതമാം, അത് നിന്ദ്യമാണ്, അപലപനീയമാണ്, ഒരു തരത്തിലും അഭിലഷണീയമല്ല കർമ്മങ്ങൾ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന സുഖം എന്ന് തിരിച്ചറിയണം. അതുപോലെ സർവവും ഉപേക്ഷിച്ചേകാഗ്രമായി മനോരഥം നിർവാണേച്ഛയാ വസിക്കുന്ന സാധനമിഹ അമുത്രാർത്ഥ ഫലഭോഗ വിരാഗമെന്നുള്ളത് എന്ന് ഓർത്ത് കണ്ടാലും രണ്ടു സാധനമായതിപ്പോൾ സാധന ചതുഷ്ടയത്തിലെ രണ്ടെണ്ണത്തിന്റെ കാര്യമാണ് ഇത്രയും വരികളിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോ കുത്സിതമാണ്, നിന്ദ്യമാണ്, അഭിലഷണീയമല്ല ഈ കർമ്മങ്ങളിൽ നിന്ന് കിട്ടുന്ന സുഖം എന്നുള്ളത് കൊണ്ട് സർവവും ഉപേക്ഷിച്ച് ലൗകിക ഭോഗങ്ങളിൽ മനസ്സ് ചെന്ന് പതിയാതെ എല്ലാറ്റിനെയും ഉള്ളുകൊണ്ട് പരിത്യജിച്ചിട്ട് ഏകാഗ്രമായി മനോരഥം നിർവാണേച്ഛയാ വസിക്കുന്ന മനസ്സ് ആത്മാവിൽ ഏകാഗ്രമാകണം. ആത്മാവൊഴിച്ച് മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് ബുദ്ധി തീരുമാനിക്കണം. അങ്ങനെയാകുമ്പോൾ ആത്മാവിൽ ശ്രദ്ധയുണ്ടാകും. ആത്മാവിൽ ശ്രദ്ധയുള്ളവനാണ് ആത്മാവിനെ കണ്ടെത്തുക. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ശ്രദ്ധയുള്ളവനാണ് ജ്ഞാനം നേടുക എന്നാണ് കൃഷ്ണൻ ഗീതയിൽ അർജുനനെ ഉപദേശിക്കുന്നത്. നമുക്കുള്ള ഉപദേശവുമാണത്. അങ്ങനെ വിഷയസുഖങ്ങളിൽ നിസ്സംഗത വന്ന് അവയെ അനുഭവിക്കണം എന്നുള്ള കൊതി, തൃഷ്ണ തീരെ ഇല്ലാതെ നിർവാണേച്ഛയാ വസിക്കുന്ന, എനിക്ക് മോക്ഷം മാത്രം മതി എന്ന തീവ്രമായ ആഗ്രഹത്തോടുകൂടെ ആ മോക്ഷ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ വസിക്കുന്നതാണ് വിരക്തി അല്ലെങ്കിൽ വൈരാഗ്യം. അപ്പൊ അതെന്താണ് ഈ വൈരാഗ്യം എന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ്. ഇഹലോകത്തിലോ പരലോകത്തിലോ ഉള്ള ഒരു സുഖത്തിലും ആഗ്രഹമില്ലാതെ ജീവിക്കുക. അത് തന്നെയാണ് ഇഹ അമുത്രാർത്ഥ ഫലഭോഗ വിരാഗം. ഇതിനെ തന്നെയാണ് ചുരുക്കി വൈരാഗ്യം, വിരക്തി എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ ഈ വിവേക വൈരാഗ്യങ്ങളെ മനസ്സിലാക്കണം. ഓർത്ത് കണ്ടാലും രണ്ടു സാധനമായതിപ്പോൾ നാലെണ്ണത്തിൽ രണ്ടെണ്ണത്തിന്റെ കാര്യം ഇതുവരെ പറഞ്ഞു. ഇനിയും രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാണവ? ശമദമാദി ഷഡ്ക സമ്പത്ത് അല്ലെങ്കിൽ സമ്പത്തി. അവസാനം നാലാമത്തത് മോക്ഷേച്ഛ അല്ലെങ്കിൽ മുമുക്ഷുത്വം. അതാണ് ഇനി പ്രതിപാദിക്കാൻ പോകുന്നത്. മൂന്നാമതാകും ശമാദികളാമവയുടെ നാമങ്ങൾ ശമാദമോ പരതി സമാധാനം ശ്രദ്ധയും തിദിക്ഷയും ഇങ്ങനെ ചൊല്ലിയിടുന്നീതുത്തമേ ശമാദികൾ ആറുമെന്നറിഞ്ഞാലും. ആദ്യമായി മൂന്നാമത്തെ അംശത്തെയാണ് പ്രതിപാദിക്കുന്നത്. ശമദമാദി ഷഡ്ക സമ്പത്തി അല്ലെങ്കിൽ സമ്പത്ത്. ശമം, ദമം തുടങ്ങിയ 6 മൂല്യങ്ങൾ ചേർന്നതാണ് ഈ സാധന ചതുഷ്ടയത്തിലെ മൂന്നാമത്തെ ഘടകം. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് 6 ഗുണങ്ങളുടെ സങ്കരമാണ്, കൂട്ടാണ്,
ചേർച്ചയാണ്. മൂന്നാമതാകും ശമാദികളാം അവയുടെ നാമങ്ങൾ. ശമദമാദി ഷഡ്ക സമ്പത്ത് എന്നേ പറയുന്നുള്ളൂ. ശമം ദമം തുടങ്ങിയ 6 കൂട്ടങ്ങൾ. തുടങ്ങിയ 6 കൂട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ശമത്തിന്റെയും ദമത്തിന്റെയും കാര്യം പറഞ്ഞു. ബാക്കി 4 ഏതൊക്കെയാ? അപ്പൊ ആദ്യം ആ 6 എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമതാകും ശമാദികളാം അവയുടെ നാമങ്ങൾ, അവയുടെ പേരുകൾ. ശമദമ ഉപരതി സമാധാനം ശ്രദ്ധയും തിദിക്ഷയും. ഇങ്ങനെ ചൊല്ലിയിടുന്നത്. ശമദമാദി ഷഡ്കം. ഷഡ്കം എന്ന് പറഞ്ഞാൽ 6 ഗുണങ്ങൾ. ശമം ദമം സമാധാനം ശ്രദ്ധ. ശമം ദമം ഉപരതി സമാധാനം ശ്രദ്ധ തിദിക്ഷ. ഇവയാണ് ആ 6 ഗുണമൂല്യങ്ങളുടെ പേരുകൾ. ഇവിടെ സമാധാനം എന്നുള്ളത് മലയാളത്തിൽ നാം ഉപയോഗിക്കുന്ന സ്വസ്ഥത, സമാധാനം എന്ന അർത്ഥത്തിലല്ല. സംസ്കൃതത്തിൽ സമാധാനം. സംസ്കൃതത്തിൽ സമാധാനം എന്ന് പറയണമെങ്കിൽ, അതായത് മനസ്സിന്റെ സ്വസ്ഥത, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശാന്തി എന്നാണ് പറയുന്നത്. സംസ്കൃതത്തിൽ സമാധാനം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ആത്മാവിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുന്ന പ്രക്രിയയാണ് സമാധാനം. അത് മലയാളത്തിലെ സ്വസ്ഥത എന്നുള്ള അർത്ഥത്തെ വ്യഞ്ജിപ്പിക്കുന്നില്ല. അപ്പൊ ശമം ദമം ഉപരതി സമാധാനം ശ്രദ്ധ തിദിക്ഷ, ഇങ്ങനെ 6 കൂട്ടങ്ങൾ ചേർന്നതാണ് ശമാദി ഷഡ്ക സമ്പത്ത്. അത് ഓരോന്നും എന്താണെന്ന് ഇനി പറയും. ഉത്തമേ, ശമാദികൾ 6 എന്നറിഞ്ഞാലും, അല്ലയോ ശ്രീരത്നമേ, ഈ ശമദമ ഉപരതി സമാധാന ശ്രദ്ധ തിദിക്ഷകളാണ് ശമാദി ഷഡ്ക സമ്പത്തിൽ ഉൾപ്പെടുന്നത്. ഇനി അത് ഓരോന്നും എന്താണ് എന്ന് വ്യക്തമാക്കുകയാണ്. മനസത്തിനെ ശ്രവണാദിയിൽ നിർത്തുന്നതു മാനിനീ ശമം ജ്ഞാനേന്ദ്രിയ നിഗ്രഹം ദമം. കാമ്യഹീനമാം കർമ്മമെങ്കിലും വ്യവഹാര ലോപവും സന്യാസമെങ്കിലും അമോപരി പ്രാരബ്ധവശമായിട്ടെന്തോന്നു വരുന്നതു വരാതെ പോകയില്ലെന്നറിഞ്ഞു ദുഃഖങ്ങളെ വന്നിടുന്നതു സഹിക്കുന്നതു തിദിക്ഷയും. പിന്നെ മാനസം ശ്രവണാദ്യനുഗുണങ്ങളാം വിഷയങ്ങളിലാധിക്യം കലർന്നിരിപ്പത് മുഴുതിങ്കൾ നേർമുഖി കേളിതു സമാധാനം ശ്രദ്ധയായതു ഗുരു വേദാന്തവാക്യങ്ങളിൽ ഭക്തിയും വിശ്വാസവും ഉണ്ടായിട്ടിരിപ്പത് മോക്ഷം വേണമെന്നിച്ഛയുണ്ടാകുന്നതു മുമുക്ഷുത്വമിങ്ങനെ ശമാദികളെന്നറിഞ്ഞാലും. ഓരോ അംശമായി വിവരിച്ച് തരികയാണ്. ശമാദി ഷഡ്ക സമ്പത്ത്. അതിൽ ശമം എന്താണ്? മാനസത്തിനെ ശ്രവണാദിയിൽ നിർത്തുന്നത് മാനിനി ശമം. അല്ലയോ മാന്യേ, മാനിക്കപ്പെടേണ്ടവളെ, പൂജ്യേ, മനസ്സിനെ തത്വശ്രവണത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതാണ് ശമം. മനസ്സിന്റെ അടക്കം എന്ന് നമ്മൾ പറയുമെങ്കിലും മനസ്സെങ്ങനെയാണ് അടങ്ങുക? മനസ്സടങ്ങിയാലേ ശ്രവണത്തിൽ താത്പര്യം ജനിക്കുകയുള്ളൂ. ശ്രവണത്തിൽ താത്പര്യം ജനിച്ചാലേ മനസ്സടങ്ങുകയുമുള്ളൂ. ഈ രണ്ടിലും ഏതാദ്യം? രണ്ടും ആദ്യമല്ല, രണ്ടും സമകാലത്ത് സംഭവിക്കുന്നവയാണ്. മനസ്സ് ഉപശമിച്ചാലേ ശ്രവണത്തിൽ താത്പര്യമുണ്ടാവൂ. ശ്രവണത്തിൽ താത്പര്യം വർദ്ധിക്കും തോറും മനസ്സ് ഉപശമത്തെ പ്രാപിക്കുകയും ചെയ്യും. ഇങ്ങനെ പരസ്പര പൂരകങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ശ്രവണവും ശമവും. അതുകൊണ്ട് തത്വശ്രവണത്തിൽ മനസ്സിനെ നിർത്തുന്നത് തന്നെ ശമം. അടുത്തത് ഏതാ? ദമം. ജ്ഞാനേന്ദ്രിയ നിഗ്രഹം ദമം. ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇവ എപ്പോഴും വിഷയങ്ങളെ അനുഭവിക്കാൻ, അതാതിന്റെ വിഷയങ്ങളെ അനുഭവിക്കാൻ വ്യഗ്രമായി പാഞ്ഞുകൊണ്ടിരിക്കും. ആ 5 ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുന്നത് തന്നെയാണ് ദമം. ചുരുക്കം, മനോനിഗ്രഹം ശമം, ഇന്ദ്രിയ നിഗ്രഹം ദമം. കാമ്യഹീനമാം കർമ്മമെങ്കിലും വ്യവഹാര ലോപവും സന്യാസമെങ്കിലുമാം ഉപരി. സന്യാസം എന്ന് പറഞ്ഞാൽ സന്യാസം എന്നർത്ഥം. ആ വൃത്തത്തിന് ഭംഗം വരാതിരിക്കാൻ വേണ്ടിയാണ് സന്യാസം എന്ന് പറയാതെ സന്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത്. കാമ്യഹീനമാം കർമ്മമെങ്കിലും, കാമ്യഹീനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ലൗകിക ലാഭങ്ങളെ മുൻനിർത്തി നാം ചെയ്യുന്ന കർമ്മങ്ങളാണ് കാമ്യകർമ്മങ്ങൾ.
കാമ്യകർമ്മങ്ങൾ ഒരിക്കലും ആചരിക്കരുത്. ലോകത്തിന് നന്മയുണ്ടാകുന്ന, അന്യന്റെ ഉപകാരത്തിന് സഹായിക്കുന്ന കർമ്മങ്ങളാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. എന്നാലേ ചിത്തശുദ്ധി ഏർപ്പെടൂ. കാമ്യകർമ്മങ്ങൾ ചിത്തശുദ്ധിക്ക് കാരണമാവില്ല. കാമ്യഹീനമാം കർമ്മമെങ്കിലും, ഇപ്പൊ കുറഞ്ഞ പക്ഷം ഈ തത്വശ്രവണം ഒന്നും ചെയ്തില്ലെങ്കിലും കാമ്യകർമ്മങ്ങളെ ചെയ്യാതിരുന്നാൽ തന്നെ മനസ്സ് ശുദ്ധമായി തീരും. കാമ്യഹീനമാം കർമ്മമെങ്കിലും വ്യവഹാരലോപവും, വ്യവഹാരങ്ങളെ പതുക്കെ പതുക്കെ കുറച്ചുകൊണ്ടുവരണം. ലൗകികമായ കർമ്മങ്ങളിൽ നിന്ന് പതുക്കെ പിൻവലിയണം, ഉൾവലിയണം. ഉള്ളിലുള്ളതിനെ അറിയാൻ ഉൾവലിയാതെ പിന്നെ പുറത്തേക്ക് വലിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ മനസ്സ് എന്നും ബഹിർമുഖമായി തന്നെ ഇരിക്കും. അതുകൊണ്ട് അന്തർമുഖത്വം നേടാൻ കർമ്മങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക തന്നെ വേണം. കർമ്മമെങ്കിലും വ്യവഹാര ലോപം, വ്യവഹാരത്തെ പൂർണ്ണമായി ത്യജിക്കാൻ പറ്റില്ല. കർമ്മങ്ങളെ പൂർണ്ണമായി ത്യജിച്ചിട്ട് ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പരമാവധി ഈ ലൗകിക കർമ്മങ്ങളെ നമുക്ക് ചുരുക്കാം, വെട്ടിക്കുറയ്ക്കാം. അങ്ങനെ വ്യവഹാര ലോപവും സന്യാസമെങ്കിലും ഇങ്ങനെ ലൗകിക കർമ്മങ്ങളെ വിട്ട് ആത്മാവിനെ മാത്രം ലക്ഷ്യമാക്കി ശ്രവണ മനനങ്ങൾ ചെയ്തുകൊണ്ട് കഴിയുന്നവനാണ് ശരിയായ സന്യാസി. അയാൾ കാവ്യ വസ്ത്രം ഉടുക്കണമെന്നോ രുദ്രാക്ഷം ധരിക്കണമെന്നോ ഭസ്മം പൂശി നടക്കണമെന്നോ ഒന്നും നിർബന്ധമില്ല. അതൊക്കെ ബാഹ്യചിഹ്നങ്ങളാണ്. സന്യാസം എന്ന് പറയുന്നത് ബാഹ്യചിഹ്നങ്ങൾ അല്ല, അത് ഉള്ളിലുള്ള മൂല്യമാണ്. കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഹു എന്ന് കൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ട്. കാമ്യകർമ്മങ്ങളെ വേണ്ട എന്ന് വെച്ചാൽ തന്നെ നിങ്ങൾ സന്യാസിയായി എന്നാണ് കൃഷ്ണൻ പറയുന്നത്. സ്വാർത്ഥതയെ കൈവടിഞ്ഞാൽ തനിക്കും തൻ്റെ കുടുംബത്തിനും അല്ലെങ്കിൽ തൻ്റെ സമുദായക്കാർക്കും വേണ്ടി മാത്രമേ ഞാൻ എന്തെങ്കിലും ചെയ്യൂ, ലോകത്തിന് മൊത്തമായി സ്വന്തക്കാരൻ അല്ലാത്തവൻ അന്യൻ ഈ ഭേദമില്ലാതെ ആർക്കും തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യുന്നതാണ് കാമ്യകർമ്മങ്ങളെ പരിത്യജിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ സ്വാർത്ഥതയുടെ കറ പുരളാൻ പാടില്ല. അതാണ് കാമ്യകർമ്മങ്ങൾ. അപ്പോ സന്യാസം നല്ലത് തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആ സന്യാസ മാർഗം സ്വീകരിക്കാൻ പറ്റില്ല. അതിനുള്ള പാകത പലർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ലൗകികന്മാർ, ഗൃഹസ്ഥന്മാർ, സാധാരണക്കാർ എന്താ ചെയ്യേണ്ടത്? പ്രാരബ്ധവശമായിട്ടെന്തോന്നു വരുന്നതോ വരാതെ പോകയില്ല എന്നറിഞ്ഞു ദുഃഖങ്ങളെ. പ്രാരബ്ധവശമായിട്ടെന്തോന്നു വരുന്നു. പ്രാരബ്ധം നമ്മുടെ പൂർവജന്മ കർമ്മങ്ങളുടെ ഫലമായി സുഖവും ദുഃഖവും നമ്മെ തേടിയെത്തും. അതാണ് പ്രാരബ്ധം. അങ്ങനെ പ്രാരബ്ധം നമ്മെ തേടി വരും. അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല. ഏത് ഗംഭീരനും ഈ പ്രാരബ്ധ കർമ്മം അനുഭവിച്ചേ പറ്റൂ. പ്രാരബ്ധം, അതിൽ നിന്ന് രക്ഷ നേടാൻ സാധ്യമല്ല. പ്രാരബ്ധവശമായിട്ട് എന്തോന്ന് വരുന്നത്, എന്താണോ നമ്മെ സമീപിക്കുന്നത് അത് വരാതെ പോകയില്ല എന്നറിഞ്ഞ്, അതായത് നമ്മൾ അനുഭവിക്കേണ്ടത് അനുഭവിച്ചേ ഇവിടുന്ന് പോകാൻ പറ്റൂ. അത് രോഗമായാലും ശരി, സമ്പത്തായാലും ശരി, യശസ്, സ്ഥാനമാനങ്ങൾ, എന്തായാലും എല്ലാം പ്രാരബ്ധത്തിൽപ്പെടും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുമോ? നമ്മുടെ പ്രാരബ്ധം അത് നമ്മെക്കൊണ്ട് ചെയ്യാൻ നിർബന്ധിക്കുന്നതാണെങ്കിൽ, അതായത് ആ കർമ്മങ്ങൾ നമ്മൾ ചെയ്യണ്ട എന്ന് തീരുമാനിച്ച കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് തലവിധിയുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തേ പറ്റൂ, ചെയ്തിരിക്കും. രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ ഈ പ്രാരബ്ധത്തിൽ നിന്ന് രക്ഷ നേടുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പോ പ്രാരബ്ധത്തെ അനുഭവിച്ചു തീർക്കുകയല്ലാതെ വേറെ മാർഗമില്ല. അതാണ് പ്രാരബ്ധവശമായിട്ട് എന്തോന്ന് വരുന്ന അത് വരാതെ പോവുകയില്ല എന്നറിഞ്ഞ്, അതിൽ സുഖവും പെടും ദുഃഖങ്ങളും പെടും, എല്ലാം പെടും ഈ പ്രാരബ്ധത്തിനകത്ത്. സുഖം വരുമ്പോ പോന്നോട്ടെ കയറുക എന്ന് പറയും. ദുഃഖങ്ങൾ വരുമ്പോ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് ഇങ്ങനെ വന്നുവല്ലോ എന്ന്. അത് വേണ്ട, രണ്ടും പ്രാരബ്ധമാണ്. അങ്ങനെ ഈ പ്രാരബ്ധം അനുഭവിക്കാതെ പറ്റില്ല എന്നറിഞ്ഞ് ദുഃഖങ്ങളെ വന്നിടുന്നത് സഹിക്കുന്നത് തിതിക്ഷയും. ദുഃഖങ്ങളെ സഹിക്കുന്നതാണ് തിതിക്ഷ. പറഞ്ഞല്ലോ 6 ഗുണങ്ങൾ: ശമം, ദമം, ഉപരതി, സമാധാനം, ശ്രദ്ധ, തിതിക്ഷ. ആ ക്രമത്തിലല്ല ഇവിടെ പറയുന്നത്. ശമദമങ്ങളെ വിവരിച്ചതിന് ശേഷം നേരെ തിതിക്ഷയിലേക്കാണ് ആചാര്യൻ പോകുന്നത്. 6നെയും വിവരിച്ചാൽ മതിയല്ലോ, അതിന് പ്രത്യേകിച്ച് ക്രമമൊന്നുമില്ല. അപ്പൊ ഈ തിതിക്ഷ എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങളെ സഹിക്കാനുള്ള കഴിവ്, മനസ്സിന്റെ കഴിവാണ്. ആ തിതിക്ഷ
നാം കൈക്കലാക്കണം. എന്താണ് ഈ തിതിക്ഷ? സഹിക്കുക. ഞങ്ങൾ സഹിക്കുന്നുണ്ട്. നമ്മൾ സഹിക്കുന്നത് പോലെ സഹിക്കുന്നതല്ല തിതിക്ഷ. തിതിക്ഷയുടെ നിർവചനം വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യ സ്വാമികൾ നൽകുന്നുണ്ട്. പല ഉപനിഷത്തുകളിലും ഇതേ നിർവചനം നമുക്ക് കാണാൻ കഴിയും. സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താ വിലാപരഹിതം തിതിക്ഷാസ നിഗദ്യതേ. ഇതാണ് ശങ്കര ഭഗവത്പാദർ തിതിക്ഷയ്ക്ക് നൽകുന്ന നിർവചനം. സഹനം സർവദുഃഖാനാം, എന്തെന്ത് ദുഃഖങ്ങൾ നാം അനുഭവിക്കേണ്ടതായിട്ടുണ്ടോ ആ ദുഃഖങ്ങൾ നമ്മെ തേടിയെത്തും. അങ്ങനെ ആ ദുഃഖങ്ങൾ നമ്മെ സമീപിക്കുമ്പോൾ എല്ലാറ്റിനെയും സഹിക്കുക. സഹിക്കുക എന്ന് പറഞ്ഞാൽ സഹനം പലതരത്തിലുണ്ട്. പക്ഷേ അതൊന്നും തിതിക്ഷയാവില്ല. തിതിക്ഷ എന്ന് പറയുന്നത് ദുഃഖങ്ങളെ സഹിക്കൽ തന്നെയാണ്. പക്ഷേ എങ്ങനെ വേണം ആ സഹനം എന്ന് ചോദിച്ചാൽ അപ്രതീകാരപൂർവകം. ഈ ദുഃഖത്തിന് കാരണമായവരോട് ഒരു പ്രതികാര ബുദ്ധിയും തോന്നരുത് നമുക്ക്. അല്ലെങ്കിൽ ഈ ദുഃഖത്തിന് പകരം വീട്ടണം. അവൻ എന്നെ ദുഃഖിപ്പിച്ചു, തിരിച്ച് ഞാൻ അവനെയും ദുഃഖിപ്പിക്കും. ഇങ്ങനെ പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, അടിക്കടി, വെട്ടിന് വെട്ട്, കുത്തിന് കുത്ത്, ടിറ്റ് ഫോർ ടാറ്റ്. അതല്ല സഹനം എന്ന് പറയുന്നത്. പ്രതികാര ബുദ്ധി ഉണ്ടാകരുത്. പ്രതികാര ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുഃഖത്തിന് കാരണം നമ്മുടെ പൂർവജന്മ കർമ്മങ്ങളാണ്. അത് ഏതെങ്കിലും ഒരു വ്യക്തിയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിയിലൂടെ ആയിരിക്കാം നാം അനുഭവിക്കേണ്ടി വരുന്നത്. ആ വ്യക്തിയോടോ ജീവിയോടോ പക തോന്നരുത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്രതീകാരം, പ്രതികാര ബുദ്ധി കൂടാതെ സഹിക്കുകയാണ് തിതിക്ഷയുടെ ലക്ഷണം. കഴിഞ്ഞോ? ഇല്ല. സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താ വിലാപരഹിതം. ചിന്തയും പാടില്ല, വിലാപവും പാടില്ല. ചിന്ത എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ വന്നുവല്ലോ എന്ന് ഓർത്തോർത്ത് ഉള്ളിൽ നീറുക, ദുഃഖിക്കുക. അതും ഉള്ളിൽ പാടില്ല. ചിന്തയും ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ ഓർത്ത് ദുഃഖിക്കുന്ന സ്വഭാവവും ഉള്ളിൽ ഉണ്ടാവരുത്. വിലാപവും പാടില്ല. വിലാപം കരച്ചിൽ, കണ്ണീർ വാർത്ത് കരയുക, മറ്റുള്ളവരോട് പറഞ്ഞ് കരഞ്ഞ് ആശ്വാസം കണ്ടെത്തുക. ഇതൊക്കെ സഹനം തന്നെയാണ്. കരഞ്ഞു കഴിയുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാവുമല്ലോ. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. 3 കണ്ടീഷനാണ്. ദുഃഖ സഹനത്തെയാണ് തിതിക്ഷ എന്ന് പറയുന്നത്. പക്ഷേ 3 കണ്ടീഷനുണ്ട്. കണ്ടീഷൻ നമ്പർ 1 എന്താണ്? ദുഃഖാനാം സഹനം. അതാണ് തിതിക്ഷ. അതുകൊണ്ട് അതിനെ ഒരു കണ്ടീഷനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടീഷൻ 2 ഉണ്ട്. 2 ഉള്ളൂ. ഏതൊക്കെയാണ്? ചിന്താ വിലാപരഹിതം അപ്രതീകാരപൂർവകം. പകവീട്ടണം, തിരിച്ച് വേറൊരാളെ ദുഃഖിപ്പിക്കണം എന്നുള്ള ചിന്ത കൂടാതെ, അതുപോലെ ഓർത്തോർത്ത് ദുഃഖിക്കാതെ, കണ്ണീർ വാർക്കാതെ ദുഃഖങ്ങളെ സമചിത്തതയോടെ ഉള്ളിൽ സഹിക്കുന്നതാണ് വാസ്തവത്തിൽ തിതിക്ഷ. അപ്പോൾ അപ്രതീകാരപൂർവകമായിരിക്കണം, ചിന്താവിലാപരഹിതവുമായിരിക്കണം ഈ സഹനം. അങ്ങനെയാണെങ്കിൽ ആ സഹനത്തെ തിതിക്ഷ എന്ന് പറയും. എന്തായാലും ഇവിടെ അത്ര വിശദമായി പറയുന്നില്ല. ചുരുക്കി പറയുന്നു, ദുഃഖങ്ങളെ വന്നിടുന്നത് സഹിക്കുന്നത് തിതിക്ഷയും. പിന്നെ മാനസം ശ്രവണാദ്യനുഗുണങ്ങളാം വിഷയങ്ങളിൽ ആധിക്യം കലർന്നിരിപ്പത് മുഴുതിങ്കൾ നേർമുഖി കേളിത് സമാധാനം. മാനസം, മനസ്സ്, ശ്രവണാദ്യനുഗുണങ്ങളാം, ശ്രവണത്തിന് അനുയോജ്യമായ രീതിയിൽ. ശ്രവണം എന്ന് പറഞ്ഞാൽ തത്വശ്രവണം, ആത്മതത്വത്തെക്കുറിച്ച് കേൾക്കുന്നതാണ് ശരിക്കും ശ്രവണം. ആ ശ്രവണത്തിന് സഹായകമാകുന്ന രീതിയിൽ വിഷയങ്ങളിൽ ആധിക്യം കലർന്നിരിപ്പത് മുഴുതിങ്കൾ നേർമുഖി കേളിത് സമാധാനം. ശ്രവണാദ്യനുഗുണങ്ങളാം വിഷയങ്ങളിൽ, അങ്ങനെ വേണം യോജിപ്പിക്കാൻ. ശ്രവണത്തിന് അനുഗുണങ്ങളായ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ ആയാൽ നമുക്ക് തത്വശ്രവണത്തിൽ നല്ല ശ്രദ്ധയുണ്ടാകുമോ അങ്ങനെയുള്ള വിഷയങ്ങളെ നാം വളർത്തി എടുക്കണം. വിഷയങ്ങളിൽ ആധിക്യം കലർന്നിരിപ്പത്, വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ബാഹ്യ വിഷയങ്ങളല്ല, ശ്രവണത്തിന് അനുഗുണങ്ങളായ വിഷയങ്ങളിൽ നമുക്ക് നല്ല താല്പര്യം തോന്നണം. അങ്ങനെയുള്ള കാര്യങ്ങളെ നാം വളർത്തിയെടുക്കണം. അതാണ് മുഴുതിങ്കൾ നേർമുഖി എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖത്തോടു കൂടിയവളെ സുന്ദരി കേളിത് സമാധാനം. ഇതാണ് സമാധാനം എന്ന ഗുണമൂല്യം. എന്താണ് സമാധാനം? ശ്രവണത്തിന് അനുഗുണമായ എന്ന് പറഞ്ഞാൽ ശ്രവണത്തിന് സഹായകമായ കാര്യങ്ങളിൽ നമുക്ക് താല്പര്യം തോന്നണം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ മനസ്സിനെ വ്യാപരിപ്പിക്കുക. എങ്ങനെയായാൽ
മനസ്സ് തത്വശ്രവണത്തിൽ കൂടുതൽ ലഗ്നമായിത്തീരുമോ ആ കാര്യങ്ങളിൽ മനസ്സിനെ പതിപ്പിക്കുന്നതാണ് വാസ്തവത്തിൽ സമാധാനം. ഇനി അടുത്തതേതാ? ശ്രദ്ധ. ശ്രദ്ധയായത് ഗുരുവേദാന്തവാക്യങ്ങളിൽ ഭക്തിയും വിശ്വാസവും ഉണ്ടായിട്ടിരിപ്പത്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ശ്രദ്ധയല്ല, അറ്റൻഷൻ, ആ അർത്ഥമല്ല. ഇവിടെ ശ്രദ്ധ എന്നതുകൊണ്ട് മനസ്സിന്റെ ശ്രദ്ധയല്ല, ഉള്ളിലുള്ള ദൃഢവിശ്വാസത്തെയാണ് ലക്ഷ്യം വെക്കുന്നത്. ശ്രദ്ധയായത് ഗുരുവേദാന്ത വാക്യങ്ങളിൽ, ഗുരുവിന്റെയും വേദാന്ത ശാസ്ത്രത്തിന്റെയും വാക്യങ്ങളിൽ ഭക്തിയും വിശ്വാസവും ഉണ്ടായിട്ടിരിപ്പത്. ഭക്തിയും വിശ്വാസവും ഗുരുവിന്റെ വാക്യങ്ങളിലും ശാസ്ത്രങ്ങളുടെ വാക്യങ്ങളിലും ശ്രദ്ധാഭക്തികൾ നമുക്കുണ്ടാകണം. അതവിടെ ഇരിക്കട്ടെ. നമ്മൾ നേരത്തെ 2 സാധനങ്ങൾ വായിച്ചല്ലോ, അതിന്റെ അർത്ഥം വായിക്കാൻ വിട്ടുപോയി. അതായത് വിവേകം, വിരക്തി, ആ രണ്ടിനെയും കുറിച്ച് പറഞ്ഞല്ലോ. അതിന്റെ സാരം കൂടെ വായിച്ചിട്ട് നമുക്ക് തിരിച്ച് സമാധാനം എന്ന മൂല്യത്തിലേക്ക് വരാം. മനസ്സിലുണ്ടാകുന്ന അഷ്ടരാഗാദി ദോഷങ്ങളെ ത്യജിച്ചു കഴിയുമ്പോൾ ചിത്തശുദ്ധി താനേ ഉണ്ടാകും. ചിത്തശുദ്ധി വരുമ്പോൾ നിത്യാനിത്യ വസ്തു വിവേകം, വിരാഗത, ശമതമാദികൾ, മോക്ഷേച്ഛ ഇവയുണ്ടാകും. ഇവ 4 സാധന ചതുഷ്ടയം എന്നറിഞ്ഞുകൊള്ളുക. നിത്യമെന്തെന്നും അനിത്യമെന്തെന്നും നീ മനസ്സിലാക്കണം. ഈ ലോകത്തെ ഭൗതിക നിലയിൽ അനുഭവിക്കുന്ന സുഖം തുടങ്ങിയ കർമ്മങ്ങളെല്ലാം അനിത്യങ്ങളാണ്. ജാത്യാചാര കലാദികളെ സർവവും ഉപേക്ഷിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി നിർവ്വാണം പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി വസിക്കുന്നതാണ് ഭോഗവിരക്തി എന്നറിഞ്ഞുകൊണ്ടാലും. അർത്ഥം നമ്മൾ നേരത്തെ വിശദമാക്കിയതാണ്, എന്നാലും ആ സാരം വിട്ടുപോകണ്ട എന്ന് കരുതി വായിച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് സമാധാനം കഴിഞ്ഞ് ശ്രദ്ധ. ശ്രദ്ധ പറഞ്ഞു, ഗുരുവിന്റെയും വേദാന്ത ശാസ്ത്രങ്ങളുടെയും വാക്യങ്ങളിൽ ഭക്തിയും വിശ്വാസവും ഉണ്ടായിരിക്കുക. അതിനെ നാം വിശ്വസിക്കണം. അത് മാത്രമേ നമ്മെ രക്ഷിക്കൂ എന്നുള്ള ഒരു വ്യഗ്രത. മനസ്സ് ഈ ആചാര്യ ശാസ്ത്രവാക്യങ്ങളെ സംശയിക്കാതിരിക്കുന്നത് തന്നെയാണ് വാസ്തവത്തിൽ ശ്രദ്ധ എന്ന് പറയുന്നത്. ആചാര്യന്മാരുടെ വാക്കുകളെ, അതുപോലെ വേദാന്ത ശാസ്ത്രത്തിന്റെ വാക്കുകളെയും അവിശ്വസിക്കരുത്, സംശയിക്കരുത്. അതാണ് ഭക്തിയും വിശ്വാസവും ഉണ്ടാവണമെന്ന് പറയുന്നത്. ആ മൂല്യത്തെയാണ്, ബുദ്ധിയുടെ ആ ഗുണമൂല്യത്തെയാണ് ശ്രദ്ധ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ശമാധി ഷഡ്ക സമ്പത്തിലെ 6 എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ശമം, ദമം, തിതിക്ഷ പറഞ്ഞു, സമാധാനം പറഞ്ഞു, അപ്പൊ പിന്നെ ശ്രദ്ധ പറഞ്ഞു. ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. ഉപരതി, അത് പറഞ്ഞില്ല. ഉപരതിയെ വിട്ടുകളഞ്ഞു. സാരമില്ല. ഉപരതി എന്ന് പറഞ്ഞാൽ മനസ്സ് വിഷയങ്ങളിൽ നിന്ന് പിൻവാങ്ങുക എന്നാണ് അർത്ഥം. വിഷയങ്ങളിൽ ആഭിമുഖ്യമില്ലാതെ ആരെങ്കിലും വൈഷയികമായ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വന്നാൽ അതിൽ താത്പര്യം കാണിക്കാതെ ഉള്ളിൽ ഒതുങ്ങുന്നതാണ്, അല്ലെങ്കിൽ ഉള്ളിൽ ഒതുങ്ങി ഈ ആത്മാവിനെ തന്നെ ചിന്തിച്ച് അതിലൊരു സന്തോഷം കണ്ടെത്തുന്ന സ്വഭാവമാണ് ഉപരതി. അത് എങ്ങനെയോ വിട്ടുപോയി, വായിക്കാൻ വിട്ടുപോയതല്ല. ഇതിലൊരിടത്തും ആ ഉപരതിയെ കുറിച്ച് പറയുന്നില്ല. ശ്രവണാദ്യ അനുഗുണങ്ങളാം വിഷയങ്ങളിൽ ആധിക്യം കലർന്നിരിപ്പത് മുഴുത്തിങ്കൾ നേർമുഖി കേളിത് സമാധാനം. സമാധാനത്തിൽ നിന്ന് നേരെ ശ്രദ്ധയിലേക്കും അതിൽ നിന്ന് മോക്ഷം വേണമെന്നുള്ള ആഗ്രഹത്തിലേക്കുമാണ് ആചാര്യൻ പോകുന്നത്. അപ്പോ 6 ഗുണങ്ങൾ ഈ പറഞ്ഞവയാണ്. ഇനി സാധന ചതുഷ്ടയ സമ്പത്തിലെ അവസാനത്തെ അംശമാണ് മോക്ഷം വേണമെന്നിച്ഛയുണ്ടാകുന്നത് മുമുക്ഷുത്വം. താൻ മുക്തനാകണം, തനിക്ക് മുക്തി ലഭിക്കണം എന്നുള്ള ആഗ്രഹമാണ് മുമുക്ഷുത്വം എന്ന് പറയുന്നത്. അതാണ് സാധന ചതുഷ്ടയ സമ്പത്തിലെ അവസാനത്തെ ഘടകം. ഇങ്ങനെ ശമാദികൾ എന്നറിഞ്ഞാലും, ശമാദികൾ എന്ന് പറഞ്ഞാൽ ശമതമാദി ഷഡ്ക സമ്പത്തും പിന്നെ മുമുക്ഷുത്വവും എല്ലാറ്റിനെയും കൂടെ ഒരുമിച്ച് പറഞ്ഞെന്നേ ഉള്ളൂ. ഇനി സാരം വായിക്കാം. ഹേ ഉത്തമേ, ഇനി 3ാമതായുള്ള സാധനയുടെ നാമങ്ങൾ കേട്ടുകൊള്ളുക. ശമം, ദമം, ഉപരതി, സമാധാനം, ശ്രദ്ധ, തിതിക്ഷ. ഇതാണ് 6 സമ്പത്തുകൾ. ശമതമാദി ഷഡ്ക സമ്പത്തി എന്ന് പറയുന്നത്. അവയെയും പറയാം. മേൽപ്പറഞ്ഞ ശമാദി 6ഉം മുമുക്ഷു അറിഞ്ഞിരിക്കേണ്ടതാണ്. ഹേ മാനിനി, മനസ്സിനെ ശ്രവണാദിയിൽ നിർത്തുന്നതാണ് ശമം. ജ്ഞാനേന്ദ്രിയങ്ങളായ ചെവി, കണ്ണ്, മൂക്ക്, നാവ്, ത്വക്ക് ഇവകളെ കടം ചെയ്യാതെ നിഗ്രഹിക്കുന്നത് ദമം. ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതാണ് ദമം. കാമ്യങ്ങളായ കർമ്മങ്ങളെ വ്യവഹാര ദശയിൽ നിന്ന് പിൻവലിക്കുന്നത് സന്യാസം. എങ്കിലും പ്രാരബ്ധവശാൽ വന്നു ഭവിക്കുന്ന ഭോഗങ്ങളെ അനുഭവിച്ചും അപ്രകാരമുള്ളവ അനുഭവിക്കേണ്ടതെന്ന് സമാധാനിച്ചും ദുഃഖങ്ങളെ സഹിച്ച് വർത്തിക്കുന്നത് തിതിക്ഷ എന്നും അറിയുക. ശ്രവണ മനന നിധിധ്യാസനങ്ങളാൽ വിഷയങ്ങളിൽ ഔത്സുക്യം
അല്ലെങ്കിൽ ആധിക്യം കലർന്നിരിക്കുന്നത് മാനസം എന്നും അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അതാണ് ഈ ഉപരതി എന്ന ഗുണം. അല്ലയോ മുഴുതിങ്കൾ നേർമുഖി ചന്ദ്രമുഖി, ശ്രദ്ധ കൊണ്ടും സദ്ഗുരുവിൽ നിന്ന് ശ്രവിക്കുന്ന വേദാന്ത വാക്യങ്ങളാലും ഭക്തിയും വിശ്വാസവും ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ശാസ്ത്ര ആചാര്യ വാക്യങ്ങളിലുള്ള ദൃഢവിശ്വാസം തന്നെയാണ് ശ്രദ്ധ. മോക്ഷം സിദ്ധിക്കണം എന്ന ആഗ്രഹം തന്നെ മുമുക്ഷുത്വം. ഇപ്രകാരം ശമാദികളെ അറിഞ്ഞുകൊണ്ടാലും എന്ന് പറഞ്ഞ് ആ 20ാമത്തെ ശീർഷകം പരിസമാപിക്കുകയാണ്. സാധന ചതുഷ്ടയം. സാധന ചതുഷ്ടയം നേടിക്കഴിഞ്ഞാൽ ഇനി എന്തു വേണം? ഒരു സദ്ഗുരുവിനെ സമീപിക്കണം. ബ്രഹ്മനിഷ്ഠനായ സദ്ഗുരുവിനെ സമീപിച്ച് അദ്ദേഹത്തിൽ നിന്ന് വേണ്ടവണ്ണം ആത്മതത്വത്തെ കേട്ട് ഗ്രഹിക്കുകയാണ് അടുത്ത പടി. അപ്പോ സദ്ഗുരുവിന്റെ അടുത്ത് പോകുന്നതാണ് ഇനി ആചാര്യൻ പറയാൻ പോകുന്നത്. 21ാമത്തെ ശീർഷകത്തിന്റെ പേരാണത് സദ്ഗുരു ലാഭം. ആ സദ്ഗുരു ലാഭം എന്ന പേരോടുകൂടിയ 21ാമത്തെ ശീർഷകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം.